യെസ്, ഈ ഒരു വീഡിയോ ഹൈലി റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാര്യം എന്തെന്നറിയാമോ, നമ്മൾ ഒരു യൂട്യൂബർ എന്ന നിലയിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു മെയിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതിൻ്റെ അകത്തുനിന്ന് യൂട്യൂബ് നമുക്ക് മെയിൽ അയക്കുന്നുണ്ട്, KFC മെയിൽ അയക്കുന്നുണ്ട്, ഓഡി കമ്പനി നമുക്ക് $25,000 തരാമെന്ന് പറഞ്ഞ് മെയിൽ അയക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പല സ്പാം മെയിലുകൾ വരാറുണ്ട്. ഇത് ജസ്റ്റ് ഒരു സ്പാം മെയിൽ മാത്രമല്ല, ഇതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഹാക്കായി പോകും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഫയൽ ഡൗൺലോഡ് ആവും. ചിലപ്പോൾ ഒരു സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെ ഫയലായിരിക്കും, ഒരു വീഡിയോ ഫയലായിരിക്കും. വീഡിയോ ഫയൽ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കും. ആ ഒരു ഒറ്റ ക്ലിക്കിൽ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ആക്സസ് മൊത്തം എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ ഓൾമോസ്റ്റ് ഹാക്കായി അല്ലെങ്കിൽ ഹാക്കായി പോയിട്ടുമുണ്ട്. അതെല്ലാം ഇതേപോലത്തെ സിനാരിയോസ് ആയിരുന്നു. ആ സമയത്ത് ഞാൻ ഒരു ആൻറ്റിവൈറസ് യൂസ് ചെയ്തിരുന്നില്ല. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു ആൻറ്റിവൈറസ് ആണ് കാസ്പെർസ്കി. സത്യം, കാസ്പെർസ്കി എന്ന് പറയുന്നത് നിങ്ങളുടെ ടാബ്ലറ്റിനും നിങ്ങളുടെ കമ്പ്യൂട്ടറിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിലും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയ ഒരു ആൻറ്റിവൈറസ് സെക്യൂരിറ്റിയാണ്. പൊതുവെ ഒരു ധാരണയുണ്ട്, നമ്മൾ ഈ ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സ്ലോ ആവുമെന്നും കമ്പ്യൂട്ടർ വർക്ക് ആവില്ലെന്നും. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഉള്ള കറണ്ട് ടെക്നോളജി വെച്ചിട്ട് ഒരു ആൻറ്റിവൈറസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു പണ്ടത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആൻറ്റിവൈറസ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് വൈറസുകളെ, അതായത് നമുക്ക് ഏതെങ്കിലും സോഫ്റ്റ്വെയറിൻ്റെ അകത്തുനിന്ന് വരുന്നതോ അല്ലെങ്കിൽ ഡിസ്കുകൾക്കകത്തുനിന്ന് വരുന്നതോ അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള വൈറസുകളെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് ആൻറ്റിവൈറസിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരുപാട് തരത്തിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കാര്യം കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ സെക്യൂരിറ്റി ആണ് ഒരു ആൻറ്റിവൈറസ് ഇപ്പോൾ ഉറപ്പുവരുത്തേണ്ടത്. നമ്മുടെ എക്സ്റ്റൻഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ക്രോമിലുള്ള ബ്രൗസിങ്സ്, ഡൗൺലോഡ്സ്, അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫയലുകൾ അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്ന ഫയലുകൾ ഒരു USB കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രൗസ് ചെയ്ത് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറി അറിയാണ്ട് ക്ലിക്ക് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ്, ഇതേപോലെ എല്ലാ സാധനങ്ങളും ഹാൻഡിൽ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ സെക്യൂരിറ്റി, ഒരു ഡിജിറ്റൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള കുറേ കാര്യങ്ങൾ ഫാസ്റ്റ് ആവത്തേ ഉള്ളൂ. അതായത് കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസ് മൊത്തത്തിൽ കൂടത്തേ ഉള്ളൂ. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ കുറേ എടുത്ത് കാണും. എൻ്റെ കമ്പ്യൂട്ടർ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളായിരുന്നു. അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുക, കേസ് ക്ലിയർ ചെയ്ത് കളയുക. അൺവാണ്ടഡ് ആയിട്ട് യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, നമ്മൾ ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടിരിക്കും, എന്നിട്ട് പിന്നെ നമ്മൾ മറന്നേ പോകും. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യുക. ബിക്കോസ് ഓരോ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ആവുന്ന സമയത്ത് നമ്മുടെ റാം കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യാണ്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അത്രയും സ്പേസ് ഫ്രീ ആക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പെർഫോമൻസ് നല്ല രീതിക്ക് ബൂസ്റ്റ് ആവും. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് കാസ്പെർസ്കിയുടെ ആൻറ്റിവൈറസ് സൊല്യൂഷനാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ, നിങ്ങളുടെ ടാബ്ലറ്റിൽ, നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഒരു ടോട്ടൽ സെക്യൂരിറ്റി തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എക്കോസിസ്റ്റം. എന്നിട്ട് ഈ ഒരു കാസ്പെർസ്കിയുടെ പ്രീമിയം വേർഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ പ്രീമിയം വേർഷൻ ഒരു ഗുണമുണ്ട്, അതിനകത്ത് ഗെയിം മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത് ഗെയിം മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ആവശ്യമില്ലാത്ത പ്രോസസ്സുകളൊക്കെ ഉണ്ടല്ലോ, കമ്പ്യൂട്ടറിന് ഗെയിം കളിക്കാൻ ആവശ്യമുള്ള പ്രോസസ്സുകൾ മാത്രം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം ഫ്രീ ആക്കി നിങ്ങൾക്ക് കൂടുതൽ FPS പെർഫോമൻസും തരുന്ന ഒരു ഫീച്ചറും ഇപ്പോൾ നമ്മുടെ കാസ്പെർസ്കിക്കകത്തുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഗെയിമിംഗ് PC പലരും എടുക്കുന്നത് ഗെയിം കളിക്കാനാണ്. അങ്ങനെ ഗെയിം കളിക്കുന്ന സമയത്ത് മാക്സിമം ഗെയിമിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. അല്ലാതെ ബാക്ക്ഗ്രൗണ്ടിലുള്ള 10 ചവർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് പോവരുത് നമ്മുടെ ഹാർഡ്വെയർ. വൈഫൈ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, വൈഫൈയോ? അതായത് പണ്ടൊക്കെ വൈഫൈ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാനുള്ളൊരു കാര്യമായിരുന്നു. ഇന്ന് നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുള്ള വൈഫൈ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുള്ള ഇൻ്റർനെറ്റ് കേബിൾ ഈ ഒരു നെറ്റ്വർക്കിലേക്ക് പലർക്കും കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ നെറ്റ് ഊറ്റിക്കൊണ്ട് പോകാം, നിങ്ങളുടെ പ്രൈവസിയിൽ ഇൻറ്ററപ്റ്റ് ചെയ്യാം, നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ആക്സസ് എടുക്കാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ കാസ്പെർസ്കിയിൽ നമ്മുടെ നെറ്റ്വർക്കിനെ മൊത്തത്തിൽ സ്കാൻ ചെയ്തുകൊണ്ട് ആരൊക്കെ അതിനകത്ത് കണക്റ്റഡ് ആവുന്നുണ്ട്, എത്രത്തോളം ഡേറ്റ ഓരോ കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസും എടുക്കുന്നുണ്ട്, അൺയൂഷ്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റി അതിനകത്തുള്ള ഏതെങ്കിലും ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതെല്ലാം മോണിറ്റർ ചെയ്ത് പക്കയായിട്ട് വെക്കും. ഞാൻ ആദ്യം ഒരു കഥ പറഞ്ഞില്ലേ, അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിഷിംഗ് അറ്റാക്കുകളാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം അയച്ചു തന്ന് അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ചൂണ്ട പോലെ നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ ആക്സസ് മൊത്തം എടുക്കുന്നതാണ് പരിപാടി. ഇങ്ങനെയുള്ള ഫിഷിംഗ് അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ബിക്കോസ് നമുക്കറിയാം, നമ്മുടെ വീട്ടിൻ്റെ അകത്ത് ഒരു യൂട്യൂബറെങ്കിലും കാണും. ഇപ്പോൾ യൂട്യൂബേഴ്സിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ മെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒഫീഷ്യൽ യൂട്യൂബ് അയച്ച മെയിൽ പോലെ അയക്കാറുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ മെയിലുകൾ അയക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വാട്സപ്പ് യൂസ് ചെയ്യുന്നു, പെട്ടെന്ന് പിറ്റേ ദിവസം നോക്കുന്ന സമയത്ത് വാട്സപ്പിൻ്റെ അകത്തുനിന്നൊരു മെയിൽ വന്ന് നടക്കുന്നു, ദിസ് ഈസ് വാട്സപ്പ് ടീം കോൺടാക്റ്റിംഗ് യു, നിങ്ങൾക്ക് ഒരു 20 രൂപ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 20 ലക്ഷം രൂപ ക്ലെയിം ചെയ്യാനായിട്ട് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്നെല്ലാം കാസ്പെർസ്കി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഓരോ ആപ്ലിക്കേഷനും ഓരോ ലിങ്കുകളും വർക്ക് ചെയ്യുന്നത് പല രീതിയിലാണ്. അതിനകത്ത് എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള ബിഹേവിയർ കാസ്പെർസ്കി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അങ്ങ് ഫ്ലാഗ് ചെയ്ത് കളയും. അതുപോലെ തന്നെ സ്റ്റോക്ക് വെയർ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തൊരു ഗെയിം നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള പാസ്വേഡും കാര്യങ്ങളും എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു വേണ്ടാത്ത കാര്യമാണ്.
അങ്ങനെയുണ്ടെങ്കിൽ അതിനെയെല്ലാം ബ്ലോക്ക് ചെയ്ത് ആ ആപ്പിൻ്റെ കട്ടയും പടവും പൂട്ടാനായിട്ട് നമ്മുടെ കാസ്പെർസ്കി ഹെൽപ്പ് ചെയ്യും. ആൻറ്റിവൈറസിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വിൻഡോസിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള വിൻഡോസ് ഡിഫൻഡർ ആക്ച്വലി ഡിസേബിൾ ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ചില സോഫ്റ്റ്വെയർസിന് അല്ലെങ്കിൽ ചില മാൽവെയർസിന് ഇതിനകത്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനെ ഡിസേബിൾ ചെയ്ത് കളയാം. പക്ഷേ കാസ്പെർസ്കിയുടെ ഒരു ടേംസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഡേറ്റാസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. മാൽവെയറുകൾ, വൈറസുകൾ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ത്രെറ്റുകൾ. ഫോർ എക്സാമ്പിൾ, ഒരു ഹാക്കർ ഓരോ രീതിയിലാണ് എങ്ങനെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ പുതിയ ഡേറ്റ യൂസ് ചെയ്താൽ മാത്രമേ ഒരു ആൻറ്റിവൈറസിന് ഇതിൽ നിന്നെല്ലാം ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ബൈ ഫാർ ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് വേർഷൻ കാസ്പെർസ്കി തന്നെയാണ്. ആക്ച്വലി കാസ്പെർസ്കി ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കാസ്പെർസ്കി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തത്, ഈ ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബിഗ് താങ്ക്സ് ടു കാസ്പെർസ്കി ഫോർ സ്പോൺസറിങ് ദിസ് വീഡിയോ. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോ ആക്റ്റീവ് സ്കാനിങ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ അകത്തൊക്കെ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസ് വരുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്, എന്തെങ്കിലും ഇൻഫർമേഷൻസ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് സോർട്ട് ചെയ്ത് തരും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് കാസ്പെർസ്കി എന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റിവൈറസിൻ്റെ കുറച്ച് സെക്യൂരിറ്റി ഫീച്ചേഴ്സ്. ഈ ഫീച്ചേഴ്സ് എല്ലാം ഭയങ്കര ഉപകാരമുള്ളതാണ്. ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് യൂസ്ഫുൾ ആവും. സേഫ് മണി എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഉണ്ട് ഇതിനകത്ത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ആമസോണിൽ നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് യൂഷ്വലി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ, ഒന്നിൽ OTP ടൈപ്പ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും QR കോഡ് സ്കാൻ ചെയ്യാനായിരിക്കും. ആ ഒരു ഭാഗം വരപ്പോൾ ഒരു പോപ്പപ്പ് വിൻഡോ പൊതുവെ വരാറുണ്ട്. ഈ ഒരു പോപ്പപ്പ് വിൻഡോ അൾട്രാ സെക്യൂർ ആയിട്ടുള്ള ഒരു ബ്രൗസർ വിൻഡോയിൽ ഓപ്പൺ ആയിട്ടായിരിക്കും ഈ ട്രാൻസാക്ഷൻസ് കാസ്പെർസ്കി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആവുക. ദാറ്റ് മീൻസ് യൂഷ്വലി നിങ്ങളുടെ ബ്രൗസറിൻ്റെ അകത്തുള്ള അൺസെക്യൂർഡ് ആയിട്ടുള്ള ഒരു വിൻഡോ ഓപ്പൺ ആവാതെ കുറച്ചുകൂടി അൾട്രാ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു വിൻഡോയ്ക്കകത്തുകൂടി ആയിരിക്കും ഈ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ആവുന്നത്. ദാറ്റ് മീൻസ് നിങ്ങളുടെ പാസ്വേഡ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസോ ഒന്നും വേറെ ആരും കൊണ്ടുപോകില്ല. അടുത്തതായിട്ട് വെബ് ക്യാം മൈക്ക് പ്രൊട്ടക്ഷൻ. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സക്കറണ്ണൻ ഈ വരുന്ന സമയത്ത് അറിയാലോ, പുള്ളിക്കാരൻ്റെ വെബ് ക്യാമൊക്കെ ഒരു സെലോ ടൈപ്പ് വെച്ചൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കും. അത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാസ്പെർസ്കി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഹാക്കർ തെണ്ടികൾ നമ്മുടെ വെബ് ക്യാമും മൈക്കൊക്കെ ആക്സസ് ചെയ്ത് നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നത് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തും. എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ കൂട്ടുകൂടുമെന്നല്ല, അവനെ അങ്ങനെ ചെയ്യാൻ സമ്മതിക്കില്ല. കാസ്പെർസ്കിയുടെ പ്രീമിയം ഐഡൻറ്റിറ്റി പ്രൊട്ടക്ഷൻ വാളറ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉപയോഗിച്ചിട്ട്, അതായത് നിങ്ങളുടെ ഡേറ്റാസ് മൊത്തം കാസ്പെർസ്കിയിൽ സ്റ്റോർ ചെയ്യുന്നത് എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും, ഹൈലി എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും. അത് നിങ്ങളുടെ ഡേറ്റ കാസ്പെർസ്കി എടുത്തുകൊണ്ട് പോകുമെന്നൊരു പേടിയും വേണ്ട എന്നുള്ളതാണ് അതിനർത്ഥം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മുടെ ഫോട്ടോസ് വയ്ക്കാറുണ്ട്, ആധാർ വയ്ക്കാറുണ്ട്, പാൻ കാർഡ് വയ്ക്കാറുണ്ട്, ചെക്ക് ലീഫുകൾ വയ്ക്കാറുണ്ട്, സ്റ്റോർ ചെയ്യാറുണ്ട്. ഈ സാധനങ്ങളൊക്കെ ലീക്കായി നമ്മുടെ ഡാർക്ക് വെബിൽ വല്ലതും പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ ലീക്കായി പോയോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ലീക്കിംഗ് ഇഷ്യൂസ് ഒന്നും വരില്ല. അതായത് നിങ്ങളുടെ ഡേറ്റ നിങ്ങളുടെ കയ്യിൽ മാത്രമായിരിക്കും. പിന്നെ ഈ കാസ്പെർസ്കി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ആൻറ്റിവൈറസ് തന്നെയാണ് കാസ്പെർസ്കി. എനിക്ക് തോന്നുന്നു 25 വർഷം എന്തോ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഡിജിറ്റൽ സെക്യൂരിറ്റിയുടെ ഇമ്പോർട്ടൻസ് എത്ര മാത്രമാണെന്നുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പല യൂട്യൂബേഴ്സും ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരു ഭാഗമായിരിക്കും ഒരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഡേറ്റ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ ഗൈസ്, ഒരു ഇത്ര എമൗണ്ട് നിങ്ങളൊരു ആൻറ്റിവൈറസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങളുടെ ഡേറ്റ പോയതിന് ശേഷം കരഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഹാർഡ് വർക്ക് എഫേർട്ടുമാണ് ആ ഒരു കമ്പ്യൂട്ടറിനകത്തുള്ളത്. അപ്പോൾ അത് മാക്സിമം. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്കിപ്പോൾ എവിടെ നിന്നാണ് പണി കിട്ടണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം സെക്യൂർ ആയിട്ടിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ നിങ്ങൾക്ക് കാസ്പെർസ്കി ഡൗൺലോഡബിൾ ഫോർമാറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമല്ല, സെപ്റ്റംബർ 30 മുന്നേ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 250 രൂപയുടെ മൂവി വൗച്ചർ കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്രീ ആയിട്ട് സിനിമയും കാണാം കേട്ടോ. അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.